ഭിന്നശേഷിക്കാർ വരച്ച 131 ചിത്രങ്ങളുടെ പ്രദർശനം നടത്തുകയാണ് സ്വപ്നചിത്ര. ഡ്രീം ഓഫ് അസ് സംഘടനയാണ് ആരും അറിയാതെ പോകുമായിരുന്ന ചിത്രങ്ങൾക്കൊക്കെ ചുവർ നൽകിയത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടു ഒരുപാട് ചിത്രങ്ങൾ. ഇതിൽ 123ഓളം കലാകാരന്മാരുടെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ 123 ചിത്രങ്ങൾക്കും 123 കഥകൾ പറയാനുണ്ട്. എന്നെപ്പോലെ അറിയപ്പെടാത്ത കലാകാരന്മാരെ സമൂഹത്തിന് മുന്നിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഡ്രീം ഓഫ് അസ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ പ്രൊജക്റ്റ് തന്നെ പറയുന്നത് നമ്മൾ 6 മാസം എടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും പോയി അവരവരുടെ വീടുകളിൽ പോയി അവരെ സന്ദർശിച്ച് അവരുടെ അവസ്ഥകളും എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഡ്രീം ഓഫ് അസ് ഈ ചിത്രങ്ങൾ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ വരുന്ന ആളുകൾ ചിത്രങ്ങൾ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ വാങ്ങുന്ന എമൗണ്ട് ഈ കലാകാരനെ നമ്മൾ ഏൽപ്പിക്കും. നമുക്ക് ചെറിയൊരു പെയിൻറ്റിങ് ആയാലും ഒരുപാട് ടൈം എടുത്തിട്ടാണ് ചെയ്യുക. ഒരുപാട് തവണ ബ്രഷ് നിലത്ത് പോകും, പിന്നെ നമ്മൾ ഒരു കൈ കൊണ്ട് കയറ്റി വെക്കും. അങ്ങനെ പതുക്കെ പതുക്കെ ഓരോ പെയിൻറ്റിങ്ങും ചെയ്യാറുള്ള ഒരുപാട് ടൈം എടുക്കാറുണ്ട്. ഞാൻ വരച്ചത് എനിക്ക് ഓക്സിജൻ്റെ അളവ് കുറയേണ്ട ഒരു പ്രശ്നം. അപ്പം ഞാൻ കുറച്ച് ചെയ്യും, പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും, പിന്നെ വീട്ടിൽ വന്നിട്ട് കുറച്ച് ചെയ്ത് നോക്കും. അങ്ങനെ ചെയ്തിട്ടിപ്പോൾ ഒരു കൊല്ലമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഓരോ പ്രതിസന്ധികൾ ധൈര്യത്തോടുകൂടി തരണം ചെയ്തിട്ടാണ് ഓരോ പെയിൻറ്റിങ്ങും ഇവിടെ ഓരോരുത്തർക്കും വെക്കാൻ പറ്റിയിട്ടുള്ളത്. അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷവും ഒപ്പം പ്രതീക്ഷകളും മുന്നോട്ട് നീങ്ങാനുള്ള. സ്വപ്നങ്ങളൊക്കെ ചിത്രങ്ങളായി എന്നല്ല, ഇത് നമ്മൾ 4ാമത്തെ തവണയാണ് സ്വപ്നചിത്ര കണ്ടക്ട് ചെയ്യുന്നത്. ചില ചിത്രങ്ങൾക്ക് മുമ്പിൽ ഒരു പൂമ്പാറ്റ വന്നിരിക്കുന്നത് കാണുന്നില്ലേ? 2 ദിവസം കൂടി ഇനി നമുക്ക് മുമ്പിലുണ്ട്. ആ 2 ദിവസം കൊണ്ട് എല്ലാ ചിത്രങ്ങൾക്ക് മുമ്പിലും പൂമ്പാറ്റ വരണം എന്നാണ്. അതിനാണ് ഈ എൻ്റെ ടീം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ വരച്ച ചിത്രം നമ്മളെ കാണിക്കാൻ മടിയാണ്. കാരണം എന്താ വെച്ചാൽ വലിയ സ്നേഹത്തോട് കൊണ്ടിരുന്ന ഒരു സ്വപ്നം ഇടക്കാലത്ത് മിസ്സായിപ്പോയതാണ്. അത്ര തന്നെ അതിനോട് ദേഷ്യമാണ്. പിന്നെ ഇന്ന് ഈ ഫ്രെയിമിൽ അത് കാണുമ്പോൾ അവർ അനുഭവിക്കുന്നൊരു സന്തോഷമുണ്ടല്ലോ, രക്ഷയില്ലാത്ത സാധനമാണ്. ആളുകൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. കൂടുതൽ ആളുകൾ വരട്ടെ, മുഴുവൻ ചിത്രങ്ങളും അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു സ്വപ്നത്തിലേക്ക് ഒരുമിച്ച് പോകുന്നത്. കഴിഞ്ഞ വർഷം പൂർണ്ണമായിട്ടും ഇതേപോലെ തന്നെയാണ്. അവസാനത്തെ ദിവസങ്ങളൊക്കെ ആകുമ്പോഴത്തെ ആളുകൾ അറിഞ്ഞ് ഇതിൻ്റെ ഒരു ജെന്യൂനിറ്റി ബോധ്യപ്പെട്ടു ആളുകളിങ്ങ് വരും. എല്ലാ ചിത്രങ്ങളും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റിയിരുന്നു. ഈ തവണയും നമുക്ക് അങ്ങനെ ആ ഒരു നല്ല അവസാനത്തിലേക്ക് പോകാൻ പറ്റട്ടെ. ഞായറാഴ്ച വരെയാണ് എല്ലാ ചിത്രങ്ങളും ആളുകൾക്ക് എത്തട്ടെ. കറക്റ്റ്. താങ്ക് യു. തീർച്ചയായും അവർ വരച്ച ഓരോരോ ചിത്രങ്ങളും അതുപോലെ അവരുടെ സംസാരവും ഒക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുകയാണ്. കാരണം ഓരോ ചിത്രങ്ങൾക്കും ഓരോ ജീവിതമാണ്, സ്വപ്നങ്ങളാണ് പറയാനുള്ളത്. തവണത്തേത് ഇത് 4ാമത്തെ എഡിഷനാണ് എന്നതാണ് ചിത്ര പ്രദർശനത്തിൻ്റെ. നമ്മുടെ കോഴിക്കോട് ആർട്ട് ഗാലറി എല്ലാ ദിവസങ്ങളിലും എന്ന വണ്ണം ചിത്ര പ്രദർശനം അല്ലെ ഫോട്ടോ എക്സിബിഷനൊക്കെ നടക്കുന്നൊരു ആർട്ട് ഗാലറിയാണ്, സ്ഥലമാണ് നഗരമധ്യത്തിൽ തന്നെ. പക്ഷേ ഇപ്പോൾ ഈ നടക്കുന്ന കുറച്ച് ദിവസങ്ങളായി നടന്നു വരുന്ന ഈ ചിത്ര പ്രദർശനത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. അത് എല്ലാവരുടെയും പിന്തുണ അർഹിക്കുന്നുണ്ട് എന്നതാണ്. 123ഓളം കലാകാരന്മാരാണ് അവരുടെ ചിത്രം വരച്ച് ഇവിടെ ഈ ചിത്ര പ്രദർശനം നടത്തുന്നത്. അതായത് ശാരീരികമായി ബുദ്ധിമുട്ടുകൾ പറയുകയാണ്, ബുദ്ധിമുട്ടുണ്ട് എന്ന് അതിനൊക്കെ മറികടന്നുകൊണ്ട് ചിത്രകലയിൽ മുഴുകിയ കലാകാരന്മാർ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തും, അതായത് എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള കലാകാരന്മാരെ കോർത്തിണക്കിക്കൊണ്ടാണ്, പല പ്രായങ്ങളിലുള്ളവരുണ്ട്, അവരെയൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ ചിത്ര പ്രദർശനം നടത്തുന്നത്. അപ്പോൾ കാണുന്നതിന് വേണ്ടി കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിറങ്ങളിൽ സ്വപ്നങ്ങൾ എന്താ പറയാ വരച്ചിടുക എന്നൊക്കെ സാഹിത്യപരമായി ഉപയോഗിക്കാറുണ്ട്. അത് കൃത്യമായി ആക്റ്റായ ആളുകളാണ് ഇവരെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ പരിമിതികളൊക്കെ
അതിന്റെ ശരി രാഹുൽ, അങ്ങനെ ഈ പരിമിതികളെയൊക്കെ മറികടന്ന് അവർ സ്വപ്നങ്ങളിലേക്ക് പറന്നുയരട്ടെ. കോഴിക്കോട് ആർട്ട് ഗാലറിയിലേക്ക് ഈ ചിത്ര പ്രദർശനം കാണാൻ ഒരുപാട് പേര് വരട്ടെ. അവരുടെ സ്വപ്നങ്ങളൊക്കെ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ശരി രാഹുൽ, വളരെ ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു വാർത്തയല്ലേ രാവിലെ തന്നെ നമുക്ക് കിട്ടിയത്.